chapter 3 matrices adile invertible matrices. If A is a square matrix of order m, m order ഉള്ള ഒരു സ്ക്വയർ മാട്രിക്സ് ആണ് എ എന്ന് പറയുന്ന മാട്രിക്സ്. അതിനെ ഞാൻ എ ഈക്വൽ ടു മാട്രിക്സ് ഓഫ് എ ഐ ജെ ഓഫ് ഓർഡർ എം, ദാറ്റ് ഈസ് എം ബൈ എം ഓർഡർ ഉള്ള ഒരു മാട്രിക്സ് ആണ്. അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന ഒരു മാട്രിക്സ്, അതിൻ്റെ മാട്രിക്സിൻ്റെയും ഓർഡർ സെയിം ഓർഡറാണ്, എം ബൈ എം ഓർഡറായുള്ള അനദർ മാട്രിക്സ്. ഇങ്ങനെ രണ്ട് സ്ക്വയർ മാട്രിക്സസ് ഞാൻ കൺസിഡർ ചെയ്യാണ്. എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മാട്രിക്സ്, ബി എന്ന് പറയുന്ന സ്ക്വയർ മാട്രിക്സ്, അതിൻ്റെ ഓർഡറുകളാണ് എം ബൈ എം. ഈ രണ്ട് മാട്രിക്സസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എ ബി എയും ബിയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എനിക്ക് ഐ എന്ന് പറഞ്ഞ് കിട്ടുകയാണ്. എ ഈക്വൽ ടു ബി എന്ന് പറയുന്ന എയും ബി എന്ന് പറയുന്ന രണ്ട് സ്ക്വയർ മാട്രിക്സസ്, ഏതോ രണ്ട് സ്ക്വയർ മാട്രിക്സ്, ആ രണ്ട് സ്ക്വയർ മാട്രിക്സസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പം എനിക്ക് ഐ കിട്ടി. ഐ മീൻസ് ഐഡൻറ്റിറ്റി മാട്രിക്സ് കിട്ടി. അതേപോലെ തന്നെ ഇതിൽ ഞാൻ ബിയും എയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോഴും എനിക്ക് സെയിം ആയിട്ട് ഐ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി മാട്രിക്സ് കിട്ടി. അതായത് എ ബി എന്ന് പറഞ്ഞ് ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലും ബി എ എന്ന് പറഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലും എനിക്ക് ആൻസർ എന്താണ് കിട്ടുന്നത്? ഐ ആണ് കിട്ടുന്നത്, ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ രണ്ട് മെട്രിക്സ് എയും ബി എന്ന് പറയുന്ന രണ്ട് സ്ക്വയർ മെട്രിക്സ് എടുത്തു. ആ രണ്ട് സ്ക്വയർ മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, എ ഇൻറ്റു ബിയും ബി ഇൻറ്റു എയും. രണ്ടിൻ്റെയും ആൻസർ എനിക്ക് കിട്ടുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കിങ്ങനെ പറയാം, എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ എന്ന് എഴുതാം, ആണല്ലോ. ദാറ്റ് മീൻസ് ബി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ എ ഇൻവേഴ്സ്. എ ഇട്ടിട്ട് എ റേസ് ടു എന്ന് എഴുതിയിട്ട് അതിൻ്റെ പവറായിട്ട് -1 എന്ന് എഴുതിയാൽ എ ഇൻവേഴ്സ് എന്ന് പറയും. അതിനെ വായിക്കുന്നത് എ ഇൻവേഴ്സ് എന്ന് വായിക്കും, ഡിനോട്ട് ചെയ്യുന്നത് എയുടെ പവറായിട്ട് -1 ഇടണം. ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ പറയും എ ഈസ് സെഡ് ടു ബി ആൻ ഇൻവെർട്ടബിൾ മെട്രിക്സ്. എ ഈസ് ആൻ ഇൻവെർട്ടബിൾ മെട്രിക്സ്. എയിനെ നമ്മൾ എന്ത് പറയും? ഇൻവെർട്ടബിൾ മെട്രിക്സ് എന്ന് പറയും. ഇതിനെയാണ് നമ്മൾ ഇൻവെർട്ടബിൾ മെട്രിക്സ് എന്ന് പറയുന്നത്. എന്താണ്? എയും ബിയും എന്ന് പറയുന്ന രണ്ട് സ്ക്വയർ മെട്രിക്സ്, ഒരേ ഓർഡർ ആയിട്ടുള്ള രണ്ട് സ്ക്വയർ മെട്രിക്സ് ആണ്. അതിൽ എ ബി ഞാൻ എടുക്കുകയാണ്. എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടണം, ബിയും എയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും എനിക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടണം. അതിനർത്ഥം എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ എന്നാണ്. ഇതിൻ്റെ അർത്ഥം ബി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ. ഇതിൽ നിന്ന് ഫസ്റ്റിൻ്റെ അകത്തു നിന്ന് ഞാൻ എടുക്കുകയാണ്, എ ബി ഈക്വൽ ടു ഐ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനർത്ഥം ബി ഈസ് ദി ഇൻവേഴ്സ് ഓഫ് എ. അതായത് ബി ഈക്വൽ ടു എ ഇൻവേഴ്സ്. അതേപോലെ ബി എ ഈക്വൽ ടു ഐ, അതിനർത്ഥം എന്താണ്? എ ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ബി. അതായത് എ ഈക്വൽ ടു ബി ഇൻവേഴ്സ്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഇൻവെർട്ടബിൾ മെട്രിക്സ് അല്ലെ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ഡിനോട്ട് ചെയ്യുന്നത് ഒരു മെട്രിക്സിൻ്റെ പേര് കാണും, ഒരു നെയിം കാണും. ആ നെയിമിൻ്റെ മുകളിൽ -1 എന്ന് റേസ് ടു പവറായിട്ട് നമ്മൾ -1 എന്ന് ഇട്ട് കഴിഞ്ഞാൽ അതെന്തായി മാറി? ഇൻവെർട്ടബിൾ മെട്രിക്സ് അല്ലെ ഇൻവേഴ്സ് ഓഫ് ദാറ്റ് മെട്രിക്സ് എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ നോക്കാം. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, അത് സപ്പോസ് 2 3 1 2. ബി എന്ന് പറയുന്ന അനദർ മെട്രിക്സ്, ബി ഈക്വൽ ടു 2 -3 -1 2. ഈ എയും ബിയും കൂടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുവാണ്. എ ബി എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഇതിനകത്തെ മുമ്പത്തെ വീഡിയോസിൽ ചാപ്റ്ററായിട്ട് നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സും പഠിച്ചതാണ്. അതിൻ്റെ അകത്ത് ഒന്ന് നോക്കിയാൽ നമുക്ക് നന്നായിട്ട് കിട്ടും. ആദ്യം നമ്മൾ ഫസ്റ്റ് റോ എടുക്കണം, ഇതിലെ ഫസ്റ്റ് കോളം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 2 4 4 -3 ഫസ്റ്റ് എലമെൻറ്റ്. അടുത്തത് -6 +6. ഇവിടെ 1 × 2 2 - 2. ഇവിടെ -3 + 4 ഈക്വൽ ടു എത്ര കിട്ടും? 1 0 0 1 ഈക്വൽ ടു
ഐ. എ ബി എനിക്ക് എന്ത് കിട്ടി? ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടി. അതിനർത്ഥം ബി ഈസ് ദി ഇൻവേഴ്സ് ഓഫ് എ. ബി എന്ന് പറയുന്നത് എയുടെ ഇൻവേഴ്സാണ്. ബി ഈസ് ദി ഇൻവേഴ്സ് ഓഫ് എ. ബി ഈക്വൽ ടു ആണ് എന്ത്? എ ഇൻവേഴ്സ്. ഇതേപോലെ തന്നെ സെയിം ആയിട്ട് നമ്മൾ ബി എ കണ്ടെത്താം. ബി എ പ്രൊഡക്റ്റ് ബി എ. ബി എ ഈക്വൽ ടു 2 - 3 - 1 2. ഇത് ബിയും എ എന്ന് പറയുന്നത് ഏതാണ്? 2 3 1 2. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 2 × 2 4 4 - 3 then 6 2 × 3 അല്ല 2 × 3 6 -6 then -2 +2 then -3 +4 ഈക്വൽ ടു എന്ത് കിട്ടുന്നു? ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുന്നു. 1 0 0 1 ഈക്വൽ ടു ഐ. ഇവിടെ എ ബി കണ്ടെത്തിയതും ഇതൊരു എക്സാമ്പിളാണ്. ഈ രണ്ട് മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സ് ബി എന്ന് പറയുന്ന മെട്രിക്സ് അതിൻ്റെ എ ബി കണ്ടെത്തി ദെൻ ബി എ കണ്ടെത്തി. രണ്ടിൻ്റെ ആൻസർ എന്ത് കിട്ടി? ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ട് കിട്ടി. അതിനർത്ഥം എന്താണ്? ബി എ ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? എ ഈസ് ദി ഇൻവേഴ്സ് ഓഫ് ബി ആണല്ലോ. എ ഈസ് ദി ഇൻവേഴ്സ് ഓഫ് ബി. എ ഈക്വൽ ടു ബി ഇൻവേഴ്സ് ആണ്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് അല്ലെ ഇൻവെർട്ടബിൾ മെട്രിക്സസ് എന്ന് പറയുന്നത്. ഒരു മെട്രിക്സ് ഇൻവേഴ്സ് ആകണമെങ്കിൽ എൻ്റെ കണ്ടീഷൻ എന്താണ്? എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ ആയിരിക്കണം. അല്ലെങ്കിൽ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടണം. അതേപോലെ തന്നെ എ ബി ഈക്വൽ ടു ബി എയും ആയിരിക്കും. നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പഠിച്ച സമയത്ത് വ്യക്തമായിട്ടൊരു ഐഡിയ പറഞ്ഞിരുന്നു. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒരിക്കലും കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എ ബി ഈക്വൽ ടു ബി എ എന്ന് പറഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എ ബിയും ബി എയും ഒരേ ആൻസർ കിട്ടിയാൽ അത് ഐ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ബി ഈസ് ദി ഇൻവേഴ്സ് ഓഫ് എ ആൻഡ് എ ഈസ് ദി ഇൻവേഴ്സ് ഓഫ് ബി. ബി ഈസ് ദി ഇൻവേഴ്സ് ഓഫ് എ ഈസ് ദി ഇൻവേഴ്സ് ഓഫ് ബി. ഇത്രയും ഭാഗത്തിനെയാണ് നമ്മൾ ഇൻവെർട്ടബിൾ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് രണ്ട് തിയറം കൂടെ പഠിക്കണം. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ഫസ്റ്റ് തിയറം ഇതാണ്, യൂണീക്നെസ് തിയറം. യൂണീക്നെസ് തിയറം അല്ലെങ്കിൽ യൂണീക്നെസ് ഓഫ് ഇൻവേഴ്സ്. Uniqueness of inverse. Inverse of a square matrix. Inverse of a square matrix, if it exists. Inverse of a square matrix, if it exists, is unique. ഇപ്പം നമുക്ക് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, എ ഈക്വൽ ടു എ ഐ ജെ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ്. അതിൻ്റെ ഓർഡർ എം ആണ്. ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്, അതിൻ്റെ ഓർഡർ എം ആണ്. അങ്ങനെയാണെങ്കിൽ ലെറ്റ് ബി ആൻഡ് സി ബി two inverses of A. Two inverses means ബിയും സിയും എയുടെ രണ്ട് ഇൻവേഴ്സസുകളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വി ഷാൽ ഷോ ദാറ്റ് ബി ഈക്വൽ ടു സി എന്ന് പ്രൂവ് ചെയ്യണം. ഇതിനെയാണ് നമ്മൾ പറയുന്നത് യൂണിക്നെസ് ഓഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇഫ് let us consider A is a one of a square matrix. Let A be a square matrix of order m, and if possible B and C are the two inverses of A. ബിയും സിയും എയുടെ രണ്ട് ഇൻവേഴ്സസുകളാണ്. അങ്ങനെയാണെങ്കിൽ വി ഷാൽ ഷോ ദാറ്റ് ബി ഈക്വൽ ടു സി. ഇതിനെയാണ് നമ്മൾ പറയുന്നത് യൂണീക്നെസ് ഓഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. എങ്ങനെ പ്രൂവ് ചെയ്യാം? സപ്പോസ് ബി ഈസ് ദി ഇൻവേഴ്സ് ഓഫ് എ. സപ്പോസ് ബി ഈസ് ദി ഇൻവേഴ്സ് ഓഫ് എ. ആദ്യം നമ്മൾ ബിയെ കൺസിഡർ ചെയ്തു. ബി എന്ന് പറയുന്നത് എയുടെ ഇൻവേഴ്സ് ആണെന്ന് വിചാരിക്കുക.
അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം? എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ എന്ന് എഴുതാം. നമ്മൾ പഠിച്ച തിയറത്തിൽ നിന്ന് ആദ്യം നമ്മൾ ഇൻവെർട്ടബിൾ മെട്രിക്സിൻ്റെ ആദ്യം പറഞ്ഞ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യമാണ്. എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ ആണെങ്കിൽ മാത്രമേ നമുക്ക് ബി ഈസ് ദി ഇൻവേഴ്സ് ഓഫ് എ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ആണല്ലോ? എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ. ദെൻ സി ഈസ് ഓൾസോ ഇത് ഇൻവേഴ്സ് ഓഫ് എ. ബിയും സിയും എയുടെ 2 ഇൻവേഴ്സസുകളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സി ഈസ് ഓൾസോ ഇത് ഇൻവേഴ്സസ് ഓഫ് എ. അങ്ങനെയാണെങ്കിൽ എ സി ഈക്വൽ ടു സി എ ഈക്വൽ ടു ഐ ആയിരിക്കുമല്ലോ. എ സി ഈക്വൽ ടു സി എ ഈക്വൽ ടു ഐ. ദാറ്റ് മീൻസ് സി ഈസ് ദി ഇൻവേഴ്സ് ഓഫ് എ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ്. വി ഷാൾ ഷോ ദാറ്റ് ബി ഈക്വൽ ടു സി ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് എ ഇൻറ്റു ബിയും എ ഇൻറ്റു സിയും ആണ് ഇവിടെ. ബിയും എയുടെ ഇൻവേഴ്സാണ്, സിയും എയുടെ ഇൻവേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബിയും ഈ സിയും സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. ആ സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ദാറ്റ് ഈസ് ദ യൂണീക്നെസ് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ്. എ സി ഈക്വൽ ടു സി എ ഈക്വൽ ടു ഐ. അതിനുവേണ്ടി ഞാൻ ആദ്യം ബി ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുകയാണ്. ബി ഈക്വൽ ടു ബി ഐ. ഐ മീൻസ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഒരു സംഖ്യയെ അതേ ഒരു 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതേ സംഖ്യ തന്നെ കിട്ടും. അതേപോലെ തന്നെയാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതേ മെട്രിക്സ് തന്നെ കിട്ടും. ബി ഈക്വൽ ടു ബി ഇൻറ്റു ഐ എന്ന് കിട്ടുമല്ലോ. ശരിയാണല്ലോ? ഈക്വൽ ടു ബി ഇൻറ്റു ആദ്യത്തെ അകത്ത് നിന്ന് എടുക്കുക. ബി ഇൻറ്റു ഇതെടുക്കുകയാണ്. ബി ഐക്ക് പകരം ഞാൻ എന്തെഴുതുകയാണ്? എ സി എന്ന് എഴുതുകയാണ്. റൈറ്റ്. ഈക്വൽ ടു ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ. ബി എ ഇൻറ്റു സി ഈക്വൽ ടു ബി എ ഈസ് വാട്ട് ഈസ് ബി എ? ബി എ ഈസ് ഐ. ഐ ഇൻറ്റു സി ദാറ്റ് ഈസ് ഈക്വൽ ടു സി. ദെയർഫോർ ബി ഈക്വൽ ടു സി. ഇതിനെയാണ് നമ്മൾ പറയുന്നത് യൂണീക്നെസ് പ്രോപ്പർട്ടി ഓഫ് എ ഇൻവേഴ്സ്, അല്ല യൂണീക്നെസ് ഓഫ് ഇൻവേഴ്സ്. ഇൻവേഴ്സ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ഇഫ് ഇറ്റ് എക്സിസ്റ്റ്. ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് യൂണിക്. Inverse of a square matrix if it exists is unique. Let us consider A is one of the square matrix and A equal to Aij order m by n. m by n അല്ല m ഓർഡർ ഉള്ള ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് എ. ബിയും സി എന്ന് പറയുന്നത് വേറെ 2 സ്ക്വയർ മെട്രിക്സ് ആണ്. അത് രണ്ടും എയുടെ ഇൻവേഴ്സസ് ആയിട്ട് വരുന്ന മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബി ഈക്വൽ ടു സി എന്ന് തെളിയിക്കാൻ പറ്റും. അതാണ് ഇവിടെ തെളിയിക്കുന്നത്. ബി ഈസ് ദി ഇൻവേഴ്സ് ഓഫ് എ. ദാറ്റ് മീൻസ് എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ ഫ്രം ദ തിയറം ഓഫ് ഇൻവെർട്ടിബിൾ മെട്രിക്സ്. സി ഈസ് ഓൾസോ ഇൻവേഴ്സ് ഓഫ് എ. എ സി ഈക്വൽ ടു സി എ ഈക്വൽ ടു ഐ. ദെൻ ബി ഈക്വൽ ടു ഞാൻ എഴുതുകയാണ്. ബി ഈക്വൽ ടു ബി ഇൻറ്റു ഐ. ഐഡൻറ്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് അത് തന്നെ കിട്ടും, ബി തന്നെ കിട്ടും. ഈക്വൽ ടു ബി ഇൻറ്റു ഐക്ക് പകരം എന്തെഴുതുകയാണ്? ഐ ഈസ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ബിയും സിയും സെയിം ആണെന്നാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ഇക്വേഷൻ എടുത്തു. ദെൻ ബി ഈക്വൽ ടു എ സി ഈക്വൽ ടു ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ. ഈ ബ്രാക്കറ്റ് ഇങ്ങോട്ട് മാറ്റി ബി എ ഇൻറ്റു സി. ഏതാണ്? അസോസിയേറ്റീവ് ലോ. ദെൻ ബി എ ഇൻറ്റു സി ഈക്വൽ ടു ബി എ ഈസ് ഐ ഇൻറ്റു സി. ഐ ഇൻറ്റു സി ഈസ് ഏതാണ്? 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെയാണ്. ഐഡൻറ്റിറ്റി മെട്രിക്സിനെ ഒരു മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് തന്നെ ആ മെട്രിക്സ് തന്നെ കിട്ടും. ഈക്വൽ ടു സി. ദെയർഫോർ ബി ഈക്വൽ ടു സി. ദിസ് ഈസ് ദ ഫസ്റ്റ് പ്രോപ്പർട്ടി ഓഫ് ഇൻവെർട്ടബിൾ മെട്രിക്സ്, അല്ലെ ഫസ്റ്റ് തിയറം ഓഫ് ഇൻവെർട്ടബിൾ മെട്രിക്സ്. ഇനി നെക്സ്റ്റ് തിയറം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് തിയറം. ഇഫ് എ ആൻഡ് ബി are if A and B are invertible matrices, if A and B are invertible matrices of the same order, if A and B are the invertible matrices of the same order, then we shall prove that then AB inverse is equal to B inverse A inverse. If A and B are invertible matrices of the same order, then AB inverse is equal to B inverse A inverse. നമുക്ക് നമ്മുടെ തിയറത്തിൽ നിന്ന് പഠിച്ചത് എങ്ങനെയാണ്? എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ എന്നാണ് പഠിച്ചത്.
ആണല്ലോ. that means B is the inverse of A. This is the theorem of invertible matrix. This is the definition of invertible matrix. AB equal to BA equal to I. ഇനി എങ്ങനെ എഴുതാം? AB equal to I എന്ന് എഴുതാം. ഇനി ഈ എയ്ക്ക് പകരം ഞാൻ എ ബി എന്ന് എഴുതുകയാണ്. എയ്ക്ക് പകരം എന്തെഴുതാണ്? എ ബി എന്ന് എഴുതുകയാണ്. എ ബി. അപ്പം ഞാൻ ബിക്ക് പകരം എന്തെഴുതണം? എ ബി ഇൻവേഴ്സ് എന്ന് എഴുതണം. ഈക്വൽ ടു 1. അണ്ടർസ്റ്റുഡ് ആണല്ലോ? ഈക്വൽ ടു 1 അല്ല, ഐഡൻറ്റിറ്റി മെട്രിക്സ്. എയ്ക്ക് പകരം എ ബി ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞാൽ അതിനർത്ഥമാണ് ബി ഈസ് ദി ഇൻവേഴ്സ് ഓഫ് എ. ബി ഈക്വൽ ടു എ ഇൻവേഴ്സ് ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? എ ഇൻവേഴ്സ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഇത് ഫ്രം ദി ഡെഫിനിഷൻ. ആദ്യം നമ്മൾ പഠിച്ച ഡെഫിനിഷൻ. എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ. എ ബി ഈക്വൽ ടു എന്താണ്? ഐ. ബി ഈക്വൽ ടു എ ഇൻവേഴ്സ്. ബി ഈസ് ദി ഇൻവേഴ്സ് ഓഫ് എ. അതുകൊണ്ടാണ് ഇവിടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടിയത്. ദെയർഫോർ ബി ഈക്വൽ ടു എ ഇൻവേഴ്സ്. ദെൻ എ ഇൻവേഴ്സ് ഈക്വൽ ടു എന്താണ്? ഐ. എ ഇൻവേഴ്സ് ഈക്വൽ ടു ഐ. ഇത് തന്നെ എയ്ക്ക് പകരം ഞാൻ അവിടെ എന്ത് എഴുതുകയാണ്? എയ്ക്ക് പകരം ഞാൻ അവിടെ എ ബി എന്ന് എഴുതുകയാണ്. അങ്ങനെയാകുമ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ? എ ബി ഇൻറ്റു എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി മെട്രിക്സ് ഐ. ഇതിനെ ഞാൻ മൾട്ടിപ്ലൈഡ് ബൈ എ ഇൻവേഴ്സ്. ഒരു എ ഇൻവേഴ്സ് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഇപ്പോൾ എങ്ങനെ എഴുതാം? എ ഇൻവേഴ്സ് ഇൻറ്റു എ ബി ഇൻറ്റു എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു ഐ ഇൻറ്റു എ ഇൻവേഴ്സ്. ഇങ്ങനെ എഴുതാം. ആദ്യം എ ഇൻവേഴ്സ് ഇൻറ്റു ഐ. രണ്ടും ശരിയാണ്. ആദ്യം എഴുതിയോണ്ട് ഇപ്പറേ സൈഡിലും ആദ്യം എഴുതിയെന്നേ ഉള്ളൂ. ഇനി ഈ ബ്രാക്കറ്റിനെ ഞാൻ മാറ്റി എ ഇൻവേഴ്സ് ഇൻറ്റു എ, ദെൻ ബി ഇൻറ്റു എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ്. എ ഇൻവേഴ്സ് ഇൻറ്റു ഐ ഈസ് എ ഇൻവേഴ്സ് തന്നെ. ദെൻ എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇൻവേഴ്സ് ഇൻറ്റു എ, ദാറ്റ് ഈസ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഐ ആണല്ലോ. ഇവിടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഐ. ദെൻ ഇവിടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഐ. ബി ഇൻറ്റു എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഐ. ഇത് രണ്ടും കൂടെ കട്ട് ചെയ്ത് കളഞ്ഞു. മിച്ചം എന്ത് വരും? ബി ഇൻറ്റു എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ്. റൈറ്റ്. ഇനി ഞാൻ ഒരു ബി ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈഡ് ബൈ ബി ഇൻവേഴ്സ്. അപ്പോൾ എന്ത് കിട്ടും? ബി ഇൻവേഴ്സ് ബി ഇൻറ്റു എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ദെൻ ബി ഇൻവേഴ്സ് ഇൻറ്റു ബി ഈസ് ഐ. ഐ ഇൻറ്റു എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. I into AB inverse, that is AB inverse. AB inverse equal to B inverse A inverse. This is the important property of invertible matrix. AB all inverse equal to B inverse A inverse. ഇതേ സെയിം പ്രോപ്പർട്ടി നമ്മൾ വേറൊരു കാര്യത്തിലും പഠിച്ചിരുന്നു. എവിടെയാണ്? ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സിൻ്റെ കാര്യത്തിലും നമ്മൾ പഠിച്ചിരുന്നു. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സിൻ്റെ കാര്യത്തിലും ഇങ്ങനെ പഠിച്ചിരുന്നു. എന്താണത്? എ ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. ഇത് എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഇതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി അല്ലെ സെക്കൻഡ് തിയറം ഓഫ് ഇൻവെർട്ടബിൾ മെട്രിക്സ്. ഇഫ് എ ആൻഡ് ബി ആർ ഇൻവെർട്ടബിൾ മെട്രിക്സ് ഓഫ് ദ സെയിം ഓർഡർ, ദെൻ വി ക്യാൻ ഷോ ദാറ്റ് എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഇത് ഓർത്തിരിക്കണം. എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്.